ശരിക്കും ഈ സീസണിലെ എല്ലാ പെർഫോമൻസും നോക്കി കഴിയുമ്പോഴേ അറിഞ്ഞിട്ടിട്ടുള്ള ഒരു പേരാണ് പഞ്ചാബ് കിങ്സ്. അല്ലെങ്കിൽ അവർ കിങ്സ് തന്നെയാണ്, രാജാക്കന്മാർ തന്നെയാണ്, മുന്നിൽ തന്നെ നിന്നുകൊണ്ട് പട നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മാച്ചും ജയിച്ചുകൊണ്ട്, അതും ചെറിയ ജയല്ല, 54 റൺസിന്റെ ബിഗ് വിൻ തന്നെ പറയാം. ആ ഒരു ജയം ജയിച്ചതുകൊണ്ട് അവർ കിങ് ആയിട്ട് തന്നെ, രാജാവായിട്ട് തന്നെ നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ആൻഡ് ഈ പേര് ശരിക്ക് ഇപ്പൊ അടുത്തല്ല, കുറച്ച് മുമ്പാണ് ഇട്ടത്. പക്ഷെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ തൊട്ടിട്ട് പഞ്ചാബ് കിങ്സ് കറക്റ്റ് കിങ്സ് തന്നെയാണ്. സിംഗ് ഇസ് കിങ് എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ മാച്ചിൽ, അതായത് ഡബിൾ ഹെഡർ ഉണ്ടായിരുന്ന ഇന്നലത്തെ മാച്ചിൽ LSGയുടെ കൂടെ 254 റൺസാണ് ഫസ്റ്റ് അവർ ബാറ്റ് ചെയ്തപ്പോൾ സ്കോർ ചെയ്തത്. പ്രഭ് സിമ്രാനും പ്രിയാൻ ഷാരിയാണ് എപ്പോഴും നല്ലൊരു ഓപ്പണിംഗിൽ അടിപൊളി പവർ പ്ലേ സ്കോറൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്നലെ പ്രഭ് സിമ്രാൻ പെട്ടെന്ന് പോയി. പക്ഷേ അവിടെ LSG പ്ലാൻ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സിലബസ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു 3-4 മാച്ച് മുന്നേ ഉള്ള ഒരു മാച്ചിൽ നമ്മുടെ സൂപ്പർ കോളനി അല്ലെങ്കിൽ കൂപ്പർ കോളനി കിഡിലായിട്ട് ഇന്നലെ പെർഫോം ചെയ്ത് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് വെടിക്കെട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എത്ര 6 എത്ര 4 എന്നുള്ള രീതിയിൽ ഒരു കണക്കും കൈയും ഇല്ലാത്ത അടിയായിരുന്നു. പവർ പ്ലേ ഒക്കെ അടിച്ച് തരിപ്പണാക്കി. അത് കഴിഞ്ഞ് ഏകദേശം 13 ഓവർ വരെ ഈ 2 പേരും നിന്നതുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും കൂപ്പർ കോളനി അവിടെ ഔട്ടായത്. പക്ഷെ എന്നാലും 185 റൺസ് വരെ ആ ഒരു വിക്കറ്റ് പോവാതെ നിന്നുള്ളത് കിഡിലൻ പാർട്ട്ണർഷിപ്പും കൂടിയായിരുന്നു കേട്ടോ. അതായത് ആ ഒരു ഫസ്റ്റ് വൺ ഡൗണിൽ വരുന്ന ഒരു 3rd വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഗംഭീരായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയാൻ ഷാരി 9 സിക്സ് അടിച്ചപ്പോൾ കൂപ്പർ കോൺലി 7 സിക്സ് അടിച്ചു. 4 4 പ്രിയാൻ ഷാ അടിച്ച സമയത്ത് 8 4 കൂപ്പർ കോൺലി. അതായത് ഭയങ്കര കോമ്പറ്റീഷൻ ലെവലിലുള്ളൊരു കളിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ പഞ്ചാബിന്റെ ഓരോ ബാറ്റേഴ്സും ഇറങ്ങുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് പോലും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ കണ്ടേയില്ല കേട്ടോ. അവർ ടീമിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, ടീമിനെ എങ്ങനെയെങ്കിലും ഒരു 300 എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള അടിയായിരുന്നു ശരിക്കും അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റ് പോയതും. പക്ഷെ വിക്കറ്റ് പോകുന്നതിന് മുന്നേ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ടാണ് ബോളുകൾ അധികം മിസ് ചെയ്യാണ്ട് എത്ര റൺ എടുക്കാൻ പറ്റും, എത്ര ആഡ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ ആഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ കളിയിൽ അവർ കളിച്ചുകൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ അധികം റൺസ് എടുക്കാണ്ട് പോയെങ്കിലും പിന്നീട് ഇറങ്ങിയിട്ടുള്ള മാർക്കസ് ടോനിസ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നിഹാൽ വധേര ആണെങ്കിലോ അവസാനം തൊട്ട് ശശാന്ത് സിംഗ് ആണെങ്കിലോ എല്ലാവരും അവരെ ആ ഒരു സ്കോർ കാർഡ് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി എന്തായാലും ഉണ്ടായിരിക്കും. അതും ഒരു 6ഉം ഒരു 4ഉം മസ്റ്റാണ്. ആ ഒരു രീതിയിലുള്ള ഒരു കളിയാണ് ശരിക്കും കളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മാർക്കസ് ടോനിസ് 2 6ഉം 2 4 അടിച്ചപ്പോൾ നിഹാൽ വധേര ഒരു 4ഉം ഒരു 6 അടിച്ചു. ശശാന്ത് സിംഗ് ആണെങ്കിൽ 2 6ഉം ഒരു 4ഉം അങ്ങനെ അടിച്ച് ഏകദേശം 254 റൺസിലോട്ട് അവരെത്തി. ബോളേഴ്സിനൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റിയില്ല എന്ന് പറയാം. അങ്ങനെയായിരുന്നു LSGയുടെ അവസ്ഥ. പ്രിൻസ് യാദവ് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ അടി വാങ്ങി. പ്രിൻസ് യാദവാണ് പിന്നെയും എക്കണോമിക്കലി കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ഷമി ഏതോ ഒരു ഓവർ അവസാനത്തോട്ട്, ഫസ്റ്റ് പവർ പ്ലേയിലല്ല പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഓവർ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആൾക്കും ഒരു വിക്കറ്റ് കിട്ടി. എന്നാലും 4 ഓവറിൽ 56 റൺസ് അടിച്ച് ബൗളിംഗിൽ 50 അടിച്ച ഒരാളും കൂടിയായിരുന്നു ഇന്നലെ മുഹമ്മദ് ഷമി. പഞ്ചാബ് കിങ്സ് എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് LSG ചേസിംഗ് സമയത്ത് തുടങ്ങിയത്. കാരണം ആദ്യത്തെ 3 ബാറ്റേഴ്സും ഗംഭീരമായിട്ട് തന്നെ, അതായത് ഓപ്പണിംഗിൽ മിച്ചൽ മാർഷ് ആണെങ്കിലോ ആയുഷ് ബലൂണി ആണെങ്കിലോ രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അടിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഋഷഭ് പന്തും അടിച്ചു ഇന്നത്തെ മാച്ചിൽ. പക്ഷെ നിക്കോളാസ് പൂറിന് അടിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എൻഡിലോട്ട് നമ്മുടെ മാർക്രത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം കൂടി ഉണ്ടായിരുന്നു. ആള് മുകുൾ ചൗധരി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മുകുൾ ചൗധരി 1-2 ബൗണ്ടറി ഒക്കെ അടിച്ചു. പക്ഷെ അതിനുശേഷം ആൾക്ക് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്തും മാർക്രം ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ കൂളായിട്ട് 3 6ഉം 3 4 അടിച്ച് എനിക്ക് അടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു മാച്ച് ഉണ്ടല്ലോ മുംബൈ ഇന്ത്യൻസിന്റെ, റദർഫോർഡ് ഇതുപോലെ ലാസ്റ്റിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കളീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളിയായിരുന്നു ശരിക്കും ഇന്നലത്തെ മാർക്രം അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ 200 റണ്ണിലോട്ട് LSG എത്തിയതും ചേസിംഗ് സമയത്ത്. ടോട്ടൽ ഏകദേശം 454 റൺസ് ഇന്നലെ ആ ഒരു ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LSG കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചതുകൊണ്ട് തന്നെ 200 അടിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ അത്ര പറയത്തക്ക രീതിയിൽ എല്ലാവർക്കും അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുഴപ്പമില്ലാണ്ട് അടി കുറച്ച് വാങ്ങിയത് നമ്മുടെ വൈശാഖ് വിജയകുമാറും അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ യാനിസനുമായിരുന്നു. അതിൽ വൈശാഖിന് 1 വിക്കറ്റും മാർക്കോ യാനിസിന് 2 വിക്കറ്റും കിട്ടി. അർഷദീപിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെയാണ്. പക്ഷെ എന്നാലും അടി അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 വിക്കറ്റ് കിട്ടി 4 ഓവറിൽ. പക്ഷെ എന്നാലും 10ന് മേലെ എക്കണോമി പോയിട്ടുണ്ടായിരുന്നു. യുസ്വേന്ദ്ര ചാഹൽ കുഴപ്പമില്ലാത്ത രീതിയിൽ 9ലോട്ട് പിടിച്ചു നിന്നു. ഇന്നലെ 1 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. LSGയിൽ നമ്മുടെ മുഹമ്മദ് ഷമി 50 അടിച്ച പോലെ ഇവിടെ ബാട്ട്ലറ്റ് ആണ് 50 അടിച്ചത് 4 ഓവർ ബോൾ ചെയ്തിട്ട്. ഞാൻ ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശശാന്ത് സിംഗ് ഉണ്ടല്ലോ. ശശാന്ത് സിംഗിന്റെ ആ ഒരു ക്യാച്ച്, പ്രത്യേകിച്ച് ശശാന്ത് സിംഗിന് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്യാച്ച് ആയിരുന്നു ഫസ്റ്റത്തെ. അതായത് ആള് ബൗണ്ടറി ലൈനിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ ക്യാച്ച് എടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അതിങ്ങനെ നോക്കി, അത് അങ്ങനെ നോക്കി നിന്ന് ആ ഒരു ബോളിന്റെ ബൗണ്ടറിയിലോട്ട് വീണ സമയത്തെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ക്യാച്ച് എടുക്കോ അല്ലെങ്കിൽ 6 തട്ടി മാറ്റാൻ പറ്റുമോ ആയിരുന്നു എന്നുള്ളത് ആളെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റിയത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതായത് ഒരേ സമയത്ത് ചിരിക്കണ ഒരു അവസ്ഥ കണ്ട് സഹതപിക്കണോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ, അതിന് കുറച്ച് മുന്നേ ഈ മാച്ചിൽ അടിപൊളിയായിട്ട് പിടിച്ച ശ്രേയസ് അയ്യറിന് ഇന്നലത്തെ മാച്ചിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആവുകയും ചെയ്തു.
അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ശശാങ്കിന് ഒരു ക്യാച്ചും കൂടി വന്നു. ആ ക്യാച്ചും കുറച്ച് ഈസി ക്യാച്ച് തന്നെയായിരുന്നു, കയ്യിൽ തന്നെ വന്നത്. അത് പിടിക്കാൻ നോക്കി, പക്ഷെ കയ്യിൽ തട്ടിയിട്ട് വീണു. ആ വീണ സമയത്ത് നമ്മുടെ ശ്രേയസ് അയ്യറിന്റെ എക്സ്പ്രഷൻ നല്ല രസമായിരുന്നു കേട്ടോ. ആള് കാരണം ഓൾറെഡി റിക്കി പോണ്ടിങ്ങിന്റെ ഒക്കെ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. റിക്കി പോണ്ടിങ് ഒക്കെ കട്ട ഒരു നമ്മുടെ വാസുണ്ണന്റെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കലിപ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശ്രേയസ് അയ്യറിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശശാങ്ക് ആ ഒരു ക്യാച്ച് മിസ് ചെയ്ത സമയത്ത്. നമ്മളും അറിയാണ്ട് ആ ഒരു മാച്ച് കാണുമ്പോഴേ, ആ ഒരു മൊമെന്റ് കാണുമ്പോൾ നമ്മളും അറിയാണ്ട് ഒന്ന് ചിരിച്ചു പോയൊരു സംഭവമായിരുന്നു ശരിക്കും ഇന്നലത്തെ ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പഞ്ചാബ് കിങ്സ് ജയത്തിലൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തുടരും. ആ ഒരു രീതിയിൽ തന്നെയാണ് പഞ്ചാബിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടായാലും ബൗളിങ്ങിലുള്ള പിടിച്ചുകെട്ടലായാലും രണ്ട് രീതിയിലും അവർ പെർഫെക്റ്റ് ടീമാണ്. അപ്പൊ ഇനിയുള്ള മാച്ചസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെന്നറിയണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.